നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം അധികം ചിരിച്ച് നമ്മളാരും കണ്ടിട്ടില്ല. അദ്ദേഹം അല്പം ഗൗരവക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആ കണ്ണടകൾക്കിടയിലൂടെയുള്ള ആ ഉണ്ടക്കണ്ണ് പുറത്തേക്ക് തള്ളിയുള്ള നോട്ടമൊക്കെ തന്നെ വലിയ തോതിൽ അത് ഫോട്ടോഗ്രാഫുകളൊക്കെ തന്നെ നമുക്ക് ഗൂഗിളിൽ കിട്ടും. അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ ഒരു കട്ടുംപിടുത്തക്കാരന്റെ അല്ലെങ്കിൽ ഒരു ഗൗരവക്കാരന്റെ ശരീരഭാഷയാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും ഈവൻ പാർലമെന്റിലാണെങ്കിൽ പോലും അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം വെറുതെ തമാശകളൊന്നും പറയാറില്ല. ഇനി തമാശയായിട്ടൊരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം അത് വളരെ ഗൗരവത്തോടെ സംസാരിച്ചു. പുഞ്ചിരിച്ച മുഖത്തോടെ അദ്ദേഹത്തെ അധികമാരും കണ്ടു കാണാൻ സാധ്യതയില്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളല്ലാതെ. അപ്പം അദ്ദേഹം ഒരു റാലിയിൽ പങ്കെടുക്കാനായി വരികയാണ്. ആയിരക്കണക്കിന് പേർ ചുറ്റും നിൽക്കുന്നു. പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലൂടെ അമിത്ഷാ നടന്നു പോകുന്നു. അപ്പോൾ അതാ ഒരു കുട്ടിയുടെ, ഒരു 10-15-16 വയസ്സുള്ള കുട്ടിയുടെ ഒരു വിളിയാണ്. അമിത് വലിയച്ഛ, എന്തുണ്ട് വിശേഷം? ജയ് ശ്രീറാം. അമിത് കാക്ക, ജയ് ശ്രീറാം, കേസെ ഹോ എന്ന് ചോദിക്കുകയാണ് ആ കുട്ടി. അല്പം മുതിർന്നൊരു കുട്ടിയാണ്. ശബ്ദം മാത്രമേ കേൾക്കൂ, ആ കുട്ടിയെ കാണില്ല. ഉടനെ അവിടെ നിൽക്കുന്നു അമിത്ഷാ. നിൽക്കുന്നു, തിരിയുന്നു, ഉറക്കെ ചിരിക്കുന്നു, തിരിച്ച് നമസ്തേ കൊടുക്കുന്നു. ജയ് ശ്രീറാം എന്ന് തിരിച്ചു പറഞ്ഞ് ആ കുട്ടിയെ വാത്സല്യത്തോടെ ഒരു മിനിറ്റ് നോക്കി നിൽക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു. ആയിരക്കണക്കിന് പേരാണ് ഈ വീഡിയോ കണ്ടത്. അതായത് അല്പം ഗൗരവക്കാരനാണെങ്കിലും അല്പം ബലംപിടുത്തക്കാരനാണെങ്കിലും ഒരു കുട്ടിയുടെ അമിത് വലിയച്ഛ, അമിത് കാക്ക എന്നുള്ള ആ വിളിയിൽ ആ ഗൗരവമൊക്കെ അലിഞ്ഞ് ഇല്ലാതായി. അവിടെ പുഞ്ചിരി പടർന്നു. പുഞ്ചിരി ചെറിയ തോതിലുള്ള ഒരു പൊട്ടിച്ചിരിയായി മാറി. ഒരു ജനകീയനായ നേതാവിന് അദ്ദേഹത്തിന്റെ പല സ്വഭാവമായിരിക്കാം, അദ്ദേഹത്തിന്റെ ശരീരഭാഷ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഒരു വാത്സല്യത്തോടെയുള്ള, സ്നേഹത്തോടെയുള്ള ഒരു വിളി കൊണ്ട് ആ മനസ്സപ്പാടെ മാറി അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ ഗൗരവം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ കുട്ടിയെ അഭിവാദ്യം ചെയ്യും. ഇത് രാഷ്ട്രീയമായി ഈ വീഡിയോയെ അല്ലെങ്കിൽ ഇതിന്റെ ഈ പ്രവൃത്തിയെ കാണേണ്ടതില്ല. ഇത് ഒരു വ്യക്തിയുടെ ആ രീതി, യഥാർത്ഥ രീതി. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്, ഏറ്റവും ശക്തനായ ആഭ്യന്തരമന്ത്രിയാണ്, ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവാണ്, തന്ത്രജ്ഞനാണ്. പാർട്ടിയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ ഭരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി കൂടിയാണ്. ഗൗരവക്കാരനാണ്. ആ ഗൗരവക്കാരൻ ചിരിച്ച് അലിഞ്ഞ് ആ കുട്ടിയുടെ മുന്നിൽ ഈ അമിത് കാക്ക എന്നുള്ള ആ വിളിയിൽ, അമിത് വലിയച്ഛ എന്നുള്ള വിളിയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു കുട്ടിയുടേതായി മാറി, അല്ലെങ്കിൽ ഒരു കാരണവരുടേതായി മാറി, ഒരു പിതാവിന്റേതോ അല്ലെങ്കിൽ ഒരു ഇളയച്ഛന്റേതോ വല്യച്ഛന്റേതോ ആയി മാറി എന്നുള്ളതാണ്. മനുഷ്യൻ അങ്ങനെയാണ്. സാഹചര്യങ്ങളാണ് മനുഷ്യന്റെ സ്വഭാവത്തെയും രീതികളെയും പ്രവൃത്തിയും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നത്. അത് പറയാൻ മാത്രമാണ് ഇത് അമിത്ഷായുടെ രാഷ്ട്രീയ പ്രാധാന്യം പറഞ്ഞുകൊണ്ടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഒരു പൊതുവായ ഇടത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് മാറ്റം ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് അത് പ്രേക്ഷകരുമായി പങ്കുവച്ചു. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.